പഞ്ചായത്ത് നമ്മൾ നേടും, ബ്ലോക്ക് നമ്മൾ നേടും, ജില്ലയെ നമ്മൾ നേടും എന്നുള്ള ആത്മവിശ്വാസമുള്ള കുറേ ആൾക്കാരാണ് ചുറ്റിലും നിൽക്കുന്നത്. അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇത് ജയിക്കട്ടെ, എന്നിട്ടത് പാർട്ടിയുടെ തീരുമാനമാണ്. അത് എപ്പോഴായിരിക്കും സാധ്യമാവുക? 2026 സാധ്യമാവും. പിന്നെന്താ, തീർച്ചയായും. വളരെ കോൺഫിഡൻസോടുകൂടി പറയണല്ലേ. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന സ്ഥാനാർത്ഥി ഏവർക്കും സുപരിചിതമായ ഒരു മുഖമാണ്. ചാനലുകളിലൂടെയെല്ലാം നമ്മൾ കണ്ട് പരിചയിച്ച ഒരാളാണ്. അതിലുപരി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് ഹരിത പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി ഏറെ ശ്രദ്ധ നേടിയ വ്യക്തി ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ സെക്രട്ടറിയാണ്. കൂടാതെ ജനപ്രതിനിധി എന്ന നിലയിലും കരുത്ത് തെളിയിച്ച വ്യക്തിത്വമാണ്. അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറയാണ് കേരളവിഷൻ ന്യൂസിനൊപ്പം ഇപ്പോൾ ചേരുന്നത്. അവർ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വലമ്പൂർ ഡിവിഷനിൽ നിന്നും ജനവിധി തേടുകയാണ്. അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇത് ജയിക്കട്ടെ, എന്നിട്ടത് പാർട്ടിയുടെ തീരുമാനമാണ്. എങ്ങനെയായാലും ഈ ഒരു ദൗത്യത്തെ ഏറ്റെടുക്കുക, ഇത് പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. പെരിന്തൽമണ്ണക്കാരെ സംബന്ധിച്ച് തിളങ്ങി നിന്നൊരു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണൊക്കെയാണ്. ഇല്ല, അതങ്ങനെ കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കളക്റ്റീവ് ഫോമായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രസിഡന്റ് AK മുസ്തഫ സാഹിബിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ഭരണസമിതി അല്ലെങ്കിൽ പ്രതിപക്ഷം എന്നുപോലും ഇല്ലാതെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയ 5 വർഷങ്ങളാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ബ്ലോക്ക് എന്ന് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തതും ആ ഒരു ടീം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ആ ടീമായിരുന്നു അത്. അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന് വലമ്പൂർ ഡിവിഷൻ എന്നാണ് ജനവിധി തേടുന്നത്. സ്വാഭാവികമായും പുതിയ ഡിവിഷനാണ്. ഒപ്പം തന്നെ അങ്ങനെ ഒരു മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ UDFിനോ പ്രതീക്ഷ വെക്കാമെന്ന് പറയുന്നതല്ലാതെ അതിനപ്പുറം നല്ല മത്സരമുള്ള ഒരു ഡിവിഷനാണ്. അതിൻ്റെ പുതിയ വാർഡ് വിഭജനം ഉൾപ്പെടെ നോക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ പ്രതീക്ഷ എന്ന് പറയുന്നത്? എന്തായാലും ഇങ്ങനെയുള്ളൊരു മത്സരമുള്ള വാർഡിലെത്തുമ്പോഴാണല്ലോ നമുക്കും കുറച്ചുകൂടി രസമായി തീരുന്നത്. ഫൈറ്റ് വേണമല്ലോ നമുക്ക്. പക്ഷേ ഭയങ്കര അടിപൊളിയായിട്ട് പ്രവർത്തകർ നമ്മുടെ കൂടെയുണ്ട്. ആളുകളൊക്കെ ഭയങ്കര പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നുണ്ട്. ഓരോ വാർഡുകളും നമ്മൾ സ്വീപ്പ് ചെയ്തെടുക്കും. പഞ്ചായത്ത് നമ്മൾ നേടും, ബ്ലോക്ക് നമ്മൾ നേടും, ജില്ലയെ നമ്മൾ നേടും എന്നുള്ള ആത്മവിശ്വാസമുള്ള കുറേ ആൾക്കാരാണ് ചുറ്റിലും നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ മനുഷ്യന്മാരുടെ പിൻബലം ഉള്ളതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമുക്ക് മുന്നോട്ട് പോകാം എന്ന ആത്മവിശ്വാസമുണ്ട്. ഫൈറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നജ്മയായാലും ഇനി ഫാത്തിമ തഹ്ലി ആയാലും മുഫീദ തസ്നിയായാലും ഒക്കെ ഫൈറ്റ് ചെയ്തു വന്നവരാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ ഹരിത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഉടുമ്പാവം നൽകിയ മനുഷ്യരാണ്. സ്വാഭാവികമായും പലരും നിങ്ങളുടെ 3 പേരുടെയും സ്ഥാനാർത്ഥിത്വം കണ്ട് ചോദിച്ചത് ഹരിതയിൽ അന്ന് ശബ്ദമുയർത്തിയവരെയൊക്കെ ലീഗ് ചേർത്ത് പിടിക്കാൻ തയ്യാറാണല്ലേ, ലീഗ് മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അല്ലേ എന്നാണ്. ആ മാറിച്ചിന്ത ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല, കുറേ കാലമായിട്ട് തന്നെ ഉണ്ട്. ഒരു ഇഷ്യൂ വന്നപ്പം അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു പ്രശ്നമായിരുന്നു ഞങ്ങളുടേത്. അത് കൃത്യമായി പാർട്ടി അഡ്രസ്സ് ചെയ്താൽ അന്ന് തന്നെ ആ പ്രശ്നം അവസാനിക്കുകയും ചെയ്തു. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു ആഗ്രഹം, ഇതൊരു വിഷയമാണെന്ന് മനസ്സിലാക്കുക, അതിനൊരു പരിഹാരം ഉണ്ടാക്കുക. അതുണ്ടായി കഴിഞ്ഞു. പിന്നെ എന്തിനാണ് നമ്മൾ 2 തട്ടിൽ നിൽക്കേണ്ട ആവശ്യം? അതുകൊണ്ട് തന്നെ പിന്നീട് ഞങ്ങൾ സംഘടനാ ഭാരവാഹിത്വത്തിലേക്ക് തിരിച്ചു വന്നു. അതും യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിത്വത്തിലാണ് ഞങ്ങൾ 3 പേരും തിരിച്ചു വന്നത്. ബാക്കി ഇനി ഒരുപാട് കുട്ടികളുണ്ട്. അവരും വരും ദിവസങ്ങളിൽ തന്നെ, വരും സമയങ്ങളിൽ തന്നെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇത് ആദ്യത്തെ അക്കോമഡേഷൻ ഒന്നും അല്ല, ഇതതിൻ്റെ തുടർച്ച. മുസ്ലിം ലീഗിന് ഒരു വനിതാ MLA, വനിതാ മന്ത്രി ഇതൊക്കെ വേണ്ടേ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് പൊതുസമൂഹത്തിൽ നിന്ന്. അത് എപ്പോഴായിരിക്കും സാധ്യമാവുക? 2026 സാധ്യമാവും. പിന്നെന്താ, തീർച്ചയായും. വളരെ കോൺഫിഡൻസോടുകൂടി പറയണല്ലേ. തീർച്ചയായും വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ പറയാണ്. 2026 അത് സാധ്യമാവും. വനിതാ മന്ത്രി ഉണ്ടാവും, നമുക്ക് നോക്കാം. മറ്റൊന്ന് പ്രവർത്തനങ്ങളാണല്ലോ ഏറ്റവും വലുത്. അതുണ്ടാവും, അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. നന്നായി വായിക്കുന്ന ഒരാളാണ്, നന്നായി എഴുതുന്ന ഒരാളാണ്, നന്നായി പ്രസംഗിക്കുന്ന ഒരാളാണ്. എന്താണ് മറ്റ് സാംസ്കാരിക രംഗത്തുള്ള ഇടപെടൽ ഇനിയും തുടർന്ന് എങ്ങനെയാണ്? ഇല്ല, അങ്ങനെ അവകാശപ്പെടാനൊന്നുമില്ല. ഇഷ്ടമാണ്, വായിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ സ്വതസിദ്ധമായ മടികൊണ്ട് ഒന്നും ഒരു റിസൾട്ടിലേക്ക് എത്താറില്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഒന്നാമതിപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് നമുക്കുണ്ടാകുന്ന കണക്ഷൻസ് ആണല്ലോ ഏറ്റവും വലുതെന്ന് പറയുന്നത്. ആ കണക്ഷൻസിനെ നമുക്ക് നാടിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ പറ്റണം എന്ന് വളരെ സത്യസന്ധമായി ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു. നജ്മ തബ്ഷീറയാണ്. ഒരുപക്ഷെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായൊക്കെ അവർ വരേണ്ടതാണ്. ഭാവിയിൽ MLAയും വനിതാ മന്ത്രിയും ഒക്കെ ആയിട്ട് അവർ വരട്ടെ എന്നുള്ളത് നമുക്കും തിരിച്ച് ആശംസിക്കാം. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നിനൊപ്പം റിയാസ് KMR, കേരളവിഷൻ ന്യൂസ്, മലപ്പുറം.